നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോൺ തട്ടിപ്പ് കേസ്. അനിൽ അംബാനിയുടെ വസ്തുവകകൾ കണ്ടുകെട്ടി. അനിൽ അംബാനിയുടെ 3000 കോടിയുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത്. ദില്ലി, നോയിഡ, ഗസിയാബാദ്, മുംബൈ, പൂനെ, താന, ഹൈദരാബാദ്, ചെന്നൈ, കാഞ്ചീപുരം, ഈസ്റ്റ് ഗോദാവരി തുടങ്ങി 40 ഇടങ്ങളിലെ വസ്തുവകകൾ ഇഡി കണ്ടുകെട്ടി. മുംബൈ ബാന്ദ്രയിലെ അനിൽ അംബാനിയുടെ പാലി ഹിൽ ഹൌസും കണ്ടുകെട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ റിലയൻസ് ഗ്രൂപ്പ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഫറോക്കിൽ റോഡിടിഞ്ഞ് പാർക്ക് ചെയ്തിരുന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. സിമന്റ് ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. ഫറോക്ക് നഗരസഭാ ചെയർമാൻ MC അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. ലോറി വീടിന് മുകളിൽ തലകീഴായി മറിയുകയായിരുന്നു. വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ വ്യാപ്തി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ബൈക്കും ലോറിക്ക് അടിയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ആളില്ലാതിരുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ട്. അനധികൃതമായി വാഹനം പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസിയായ ആൾ ആരോപിക്കുന്നത്. യുവാവിനെ കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് സംഭവം. ഇലക്ട്രിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഷിഹാദാണ് മരിച്ചത്. കൊയിലാണ്ടി CKG ബിൽഡിംഗിലാണ് സംഭവം. ഈ ബിൽഡിംഗിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് നൽകുന്ന സിദ്ര എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഷിജാദ്. തന്റെ കടമുറിക്കുള്ളിൽ തന്നെയാണ് യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കടയുടെ ഷട്ടർ പകുതി തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരൻ വന്നു നോക്കുമ്പോഴാണ് ഷിജാദിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഞായറാഴ്ചയായതിനാൽ ബിൽഡിംഗിലെ മറ്റു കടകളെല്ലാം അവധിയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലത്ത് പന്നിപ്പടക്കം കടിച്ച വളർത്തുനായ്ക്ക് ദാരുണാന്ത്യം. അഞ്ചലിൽ മണലിൽ ഭാനുവിലാസത്തിൽ പ്രകാശിന്റെ വീട്ടിലെ വളർത്തുനായയാണ് ചത്തത്. പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. ശബ്ദം കേട്ട് പുറത്തെത്തിയ വീട്ടുകാർ CCTV പരിശോധിച്ചപ്പോഴാണ് കാര്യം വ്യക്തമായത്. സ്ഫോടനത്തിൽ വീടിന്റെ ജനൽച്ചിലകൾ തകർന്നു. ചുവരുകൾക്ക് വിള്ളലുണ്ടായി. തോട്ടത്തിൽ നിന്നും കടിച്ചെടുത്ത പന്നിപ്പടക്കവുമായാണ് നായ വീടിന് മുന്നിലെത്തിയത്. ഇതിനിടെ പടക്കം പൊട്ടുകയായിരുന്നു. ആരാണ് തോട്ടത്തിൽ പന്നിപ്പടക്കം വെച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. വീട്ടുകാരുടെ പരാതിയിൽ ഏരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പന്നിപ്പടക്കം വെച്ചതായി സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. തൃശൂർ മേയർ MK വർഗീസിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് BJP. തൃശൂർ മേയർ MK വർഗീസിനെ സ്വാഗതം ചെയ്ത BJP. വർഗീസിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയത്തെ സ്വാഗതം ചെയ്യുന്നയാളാണ് മേയർ. ഇടതുമുന്നണി 5 കൊല്ലം മേയറെ കൂച്ചുവിലങ്ങിടുകയായിരുന്നു. BJPയിലേക്ക് എത്തിയാൽ മേയർക്ക് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് അർഹമായ പരിഗണന നൽകുമെന്നും BJP സിറ്റി ജില്ലാധ്യക്ഷൻ വ്യക്തമാക്കി.